കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഞാൻ എയർപോർട്ടിൽ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കണത് ഫസ്റ്റ് ടൈം ആയിരിക്കും. സോ ആൻഡ് ദിസ് വിൽ ബി മൈ ഫേവറേറ്റ് വ്ലോഗ് ടിൽ നൗ. സോ കീപ് ഓൺ വാച്ചിങ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. അതെൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫൈനലി 1 ഇയർ കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോവാണ്. സോ എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ലെവൽ പീക്കിലാണ്. ആളുകളുടെ റീൽസ് കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ നാട്ടിലിങ്ങനെ 2 വർഷം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞൊക്കെ പോയി സർപ്രൈസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുമ്പോഴാണ് എനിക്ക് അത് എത്രത്തോളം എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഭയങ്കര ഫീലിങ്സ്, ഹാപ്പിനെസ്സൊക്കെ പീക്ക് ലെവലിലാണ്. അതും അവിടെ ആർക്കും അറിയില്ല ഞാൻ വരുന്ന കാര്യം. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് ലെവൽ കൂടും. സോ അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ 8:30ക്കാണ് ഫ്ലൈറ്റ്. ഞാനിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇവിടെ 3 മണിയായി. 4 മണിക്കൊരു ട്രെയിനുണ്ട് നേരെ എയർപോർട്ടിലേക്ക്, പിന്നെ അവിടെ നിന്ന് ഫ്ലൈറ്റ്. സോ എക്സൈറ്റഡ്. ഞാനിനി 1 മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരണേ. അതുവരെ ബൈ. സോ രാത്രി 8:30ആയി. ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്യാൻ പോവാണ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. വാങ്ങിയ സാധനങ്ങളൊക്കെ അങ്ങോട്ട് വലിച്ചു വാരി അതിനകത്തേക്ക് ഇടുക, അടയ്ക്കുക, പൂട്ടുക, എന്നിട്ട് സുഖമായിട്ട് ഉറങ്ങുക. രാവിലെ എണീച്ച് എയർപോർട്ടിലേക്ക് പോകണം. രാവിലെ അല്ല, ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോൾ. സോ ഹാപ്പി. അപ്പം ഞാൻ പോയി പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് വരാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണിപ്പോൾ വീടിൻ്റെ കറണ്ട് അവസ്ഥ. ഒരു സാധനം എടുത്ത് വെച്ചിട്ടില്ല. എല്ലാം ഇങ്ങനെ അലങ്കോലമായിട്ട് വാങ്ങിയ പോലെ തന്നെ ഇട്ട് കിടക്കുവാണ്. ഇനി ഇതെല്ലാം എടുത്തിട്ട് ഈ പെട്ടികളിൽ പാക്ക് ചെയ്ത് വെക്കണം. നല്ല ചടങ്ങുള്ള പണിയാണ്. എന്തായാലും നമുക്ക് സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി പരിപാടി തുടങ്ങാം. അങ്ങനെ ഷഡേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പെട്ടിയൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് സെറ്റായി. ഇനി നമുക്ക് പോയാൽ മാത്രം മതി. ഇനി കുറച്ച് നാൾ നാട്ടിൽ പോയിട്ട് എല്ലാവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യണം. നല്ല കുറേ ഫുഡ് കഴിക്കണം, കുറേ ഫുഡ്സ് കഴിക്കണം, കുറേ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്. എനിക്കിപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നിൽക്കണോണ്ട് ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്തായാലും കീപ്പ് ഓൺ വാച്ചിങ്. അടിപൊളി വീഡിയോ ആയിരിക്കും. കാരണം ഒരു കുഞ്ഞിന് പോലും അറിയില്ല ഞാൻ വരണ കാര്യം. സോ സ്റ്റേ ട്യൂൺ. സോ അവരുടെ റിയാക്ഷൻസൊക്കെ എന്തായിരിക്കും എന്ന് കണ്ടറിയാം. എങ്ങനെ സർപ്രൈസ് ചെയ്യണമെന്നുള്ള പ്ലാൻ ഓൺ ദ വേ വേണം തീരുമാനിക്കാം. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ എക്സൈറ്റഡ് ആണെങ്കിൽ വീഡിയോ ഫുള്ള് കാണാം. അപ്പോൾ ഞാനെന്നാൽ ട്രെയിൻ കയറിയിട്ട് കാണാം. ബൈ. ഞാൻ ഇൻ്റർസിറ്റി ട്രെയിനാണ് എടുത്തത്. കൂടുതലും എല്ലാവരും നാട്ടിൽ പോകുമ്പോൾ ഇൻ്റർസിറ്റിയാണ് എടുക്കുക. കാരണം മറ്റ് റീജിയണൽ ട്രെയിൻസൊക്കെ ഭയങ്കര ഡിലേ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് മിസ്സാവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. സോ ഇവിടെ നിന്ന് എനിക്ക് 1.5 hours ആകെ ട്രാവൽ ടൈം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ഫ്രണ്ട് എയർപോർട്ടിൽ വന്നായിരുന്നു. അവൻ്റെ ഒരു ഡോക്യുമെൻ്റ് നാട്ടിലേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവനത് തരാൻ വേണ്ടിയിട്ടാണ് എയർപോർട്ടിൽ വന്നത്. പെട്ടുപിടിക്കാൻ ആളായി. അത്യാവശ്യം വലിയ എയർപോർട്ടാണ് ഫ്രാങ്ക്ഫർട്ട്. ഇവിടെ ഇൻ്റർനാഷണൽസ് എപ്പോഴും കൂടുതൽ ഇവിടെ വന്നിട്ടാണ് ഇറങ്ങലും പോക്കൊക്കെ. നമുക്കൊരു സ്കൈ റെയിൽ എടുത്തിട്ട് വേണമായിരുന്നു ടെർമിനലിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കയറി പെട്ടെന്ന് തന്നെ അവിടെ എത്തി. ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ഞാൻ നേരത്തെ എത്തിയായിരുന്നു. ബട്ട് ഞാൻ സ്റ്റിൽ നേരത്തെ തന്നെ ചെക്ക് ഇൻ ചെയ്തു, അകത്തേക്ക് കയറി. അവനെന്തായാലും പോയി. ഭയങ്കര സ്മൂത്തായിരുന്നു കാര്യങ്ങളൊക്കെ. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. പിന്നെ നമ്മൾ അവിടെ വെയിറ്റിംഗ് ഏരിയ പോയിട്ട് വെയിറ്റിംഗ് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ ഫ്രാങ്ക്ഫർട്ടിൽ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഫ്ലൈറ്റ് പറഞ്ഞ സമയത്തിനേക്കാളും 1 hour ഡിലേ ആയി. എന്തായാലും എനിക്കവിടെ മുംബൈയിലാണ് കണക്ഷൻ വരുന്നത്. അവിടെ എന്തായാലും 4 hours ലേ ഓവർ ഉണ്ട്. സോ ഇവിടെ നിന്ന് ഡിലേ ആയാലും വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പോസ്റ്റാണ്, കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോസ്റ്റൊക്കെ അടിച്ച് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് പിന്നെ നാട്ടിലേക്ക് പോവാണല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയായിരുന്നു. എന്തായാലും നാളെ എത്തൂലോ. അങ്ങനെ പറഞ്ഞ പോലെ സമയത്തി ഞാൻ അകത്തോട്ട് കയറാൻ പോവാണ്. എൻ്റെ എയർലൈൻസ് വിസ്താര ആയിരുന്നു. വിസ്താര നല്ല അടിപൊളി എയർലൈൻസാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഭയങ്കര സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നവംബർ തൊട്ട് വിസ്താര എയർ ഇന്ത്യയായിട്ട് മോജമായല്ലോ. നല്ല മഴയൊക്കെയാണ്. നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നല്ല ഇരുട്ടൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നല്ലൊരു യാത്രയ്ക്ക് ശേഷം ഞാനങ്ങനെ മുംബൈയിൽ വന്നിറങ്ങി.
പിന്നെ ഒരു ആകെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻ വരുന്നത് ഇന്ത്യയിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ലഗേജസ് വീണ്ടും ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല ലേവറും സമയമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് 4 hours പറഞ്ഞെങ്കിലും 3 hours ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട്. പക്ഷേ സ്റ്റിൽ നല്ലോണം സമയം ഉണ്ടായിരുന്നു നമുക്ക് ലഗേജൊക്കെ എടുത്ത് മാറ്റാനും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്തായിരുന്നു. അങ്ങനെ ഒത്തിരി അവിടെ നിന്ന് തന്നെ കുറേയൊന്നും മാറേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കങ്ങനെ ഡൊമസ്റ്റിക്കിൻ്റെ അവിടേക്കാണ് പോകേണ്ടത്. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് 1 hour വീണ്ടും സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ലോഞ്ചിൽ കയറി എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തോ ഭാഗത്തിന് എൻ്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ എന്തായാലും ആക്സസ് ചെയ്യാൻ പറ്റി. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ലോഞ്ചിൽ കയറി. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ലോഞ്ചിൽ കയറുന്നത്. ഇതിന് മുന്നേ ഞാൻ കയറിയിട്ടേ ഇല്ല. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാ ഫുഡ്സും ഉണ്ടായിരുന്നു. പിന്നെ മുംബൈ എയർപോർട്ട് ആയതുകൊണ്ട് കുറച്ച് ഫുഡ്സൊക്കെ നോർത്ത് ബേസ്ഡ് ആയിരുന്നു. അങ്ങനെ കുറച്ച് ഫുഡ്സൊക്കെ എടുത്ത് ട്രൈ ചെയ്തു. അപ്പോൾ ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലെ ക്രെഡിറ്റ് കാർഡ്സൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് ആകെ ഒരു 2 rupees മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുള്ളൂ. അല്ലെങ്കിൽ എന്തോ അറൗണ്ട് 2000 എന്തോ ആണ് ഒരാൾക്ക് നമ്മൾ കയറുന്ന ചാർജ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ്സൊക്കെ ഉള്ളവർ മാക്സിമം ലോഞ്ച് ആക്സസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാം. സോ മുംബൈ എത്തി, ഇവിടെ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഞാൻ എയർപോർട്ടിൽ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കണത് ഫസ്റ്റ് ടൈം ആയിരിക്കും. സോ എക്സൈറ്റഡ് ആൻഡ് ദിസ് വിൽ ബി മൈ ഫേവറേറ്റ് വ്ലോഗ് ടിൽ നൗ. സോ കീപ്പ് ഓൺ വാച്ചിങ്. മുംബൈയിൽ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് അവിടെയും കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. ഞാൻ മുംബൈയിൽ നിന്നും സെയിം വിസ്താര തന്നെയായിരുന്നു ഫ്ലൈറ്റ്. എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ചെറിയ നാപ്പൊക്കെ എടുത്തപ്പോഴത്തേക്കും നമ്മൾ കൊച്ചി എത്തി. 3 hours ജേർണിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ മുംബൈ ടു കൊച്ചി. സോ പെട്ടെന്ന് തന്നെ കൊച്ചിയിലെത്തി. അവിടെ നിന്നാണ് ഇനി നമ്മളെല്ലാവരും സർപ്രൈസ് ചെയ്യാൻ പോണത്. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനെ തലേ ദിവസം കയറണേന് മുന്നേ വിളിച്ചിരുന്നു. ഇങ്ങനെ എന്നെ വന്ന് പിക്ക് ചെയ്യണം, നമുക്കൊരു പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്, ആരോട് പറയണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് നേരെ പോയത് ആലുവ മെട്രോ സ്റ്റേഷനിലേക്കായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ബാഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ് അവിടെ വരുമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് മീറ്റ് ചെയ്ത് സർപ്രൈസ് ചെയ്യാനാണ് പ്ലാൻ. നമ്മളവിടെ വന്നിട്ട് ഓൾറെഡി 4:30 എത്തിയതാണ്, പക്ഷേ ആൾ ഇതുവരെയായിട്ട് എത്തുന്നില്ല. അപ്പോൾ ഫ്രണ്ട് ഇങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് വന്നുകൊണ്ടിരിക്കാമെന്ന്. പക്ഷേ നമ്മളവിടെ 5 മണിയായിട്ട് 5:15 ആളെ കാണുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് 5:30 ആയപ്പോൾ ദേ വരുന്നത്. ഇതെന്താ എൻ്റെ കൂട്ടുകാരെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കടന്നു വരവ്. തീരെ എക്സ്പെക്റ്റ് ചെയ്യണ്ടായിരുന്നില്ല. അവൻ ഭയങ്കര ഷോക്കിലായിരുന്നു. ഒന്നും മിണ്ടുന്നൊന്നുമില്ല, ഇങ്ങനൊന്നും പറയുന്നില്ല, എന്താ ചെയ്യാനറിയാത്ത പോലത്തെ ഒരു നിപ്പായിരുന്നു. ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ ആളെന്നൊക്കെ ഉള്ള രീതിയിൽ. ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ ജർമ്മനിയിലുണ്ടായിരുന്ന ആൾ ഇപ്പോൾ വിളിച്ചപ്പോൾ ആലുവ മെട്രോ സ്റ്റേഷനിൽ നിൽക്കുന്നു. ഒരു കാര്യം മനസ്സിലാവാതെ കൺഫ്യൂഷൻ അങ്ങനെ അടിച്ചിരിക്കുമ്പോൾ എന്നാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇരുന്നെങ്കിലും ബാക്കി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ പോയി അവിടെ കൊണ്ടുവന്നൊരു ബെഞ്ചിലിരുത്തി. ആൾക്ക് എങ്ങനെ ഇതൊക്കെ എപ്പോൾ പ്ലാൻ ചെയ്തു എല്ലാം അറിയണമായിരുന്നു. പക്ഷെ അതിനുള്ളൊരു സമയം വേണമായിരുന്നു. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആളുടെ റിയാക്ഷൻ കണ്ട്. പിന്നെ ഒരു 1 year ശേഷമാണ് നമ്മൾ പിന്നെ മീറ്റ് ചെയ്യണത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു മുഖത്ത്. എന്തായാലും സോ ഹാപ്പി. ഇനി ബാക്കിയുള്ളവർ സർപ്രൈസ് ചെയ്യാൻ ഇവിടെ നിന്ന് വേണം പോവാൻ. എന്താ പറയാനുള്ളത്? ഇനി നെക്സ്റ്റ് പരിപാടി വീട്ടിൽ പോയി സർപ്രൈസ് ചെയ്യണം. അപ്പോൾ തൽക്കാലം ഒരു പ്ലാനും ഇല്ല. ഇനി പോണ വഴി വല്ല ജ്യൂസൊക്കെ കുടിക്കാൻ കയറിയിട്ട് വേണം പ്ലാനൊക്കെ സെറ്റ് ചെയ്യാൻ. എന്തായാലും അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇവൻ എന്തായാലും വീട്ടിലെപ്പോഴെപ്പോഴും പോകാറുള്ളതാണ്. അപ്പോൾ കാഷ്വലി വീട്ടിലേക്ക് ചെല്ലുന്നു, ഇവൻ എന്തെങ്കിലും കുടിക്കുന്നു, അങ്ങനെയാണ് വിചാരിച്ച് വെച്ചേക്കണത്. ഉമ്മച്ചി തീരെ എക്സ്പെക്റ്റ് ചെയ്യാതെ എന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലായി, ഭയങ്കരമായിട്ട് കരയാൻ തോന്നി. എനിക്കും കണ്ടിട്ട് ഭയങ്കര സങ്കടം വരെയായിരുന്നു. അപ്പൊ നീ ഇവിടെ എങ്ങനെ ആരെങ്കിലും ഒന്ന്
അവർ 2 ദിവസമായി അറിഞ്ഞിട്ട് എനിക്കറിയാം ഈ കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ നിന്ന് നേരെ ഇക്കാക്കാൻ്റെ വീട്ടിലോട്ടും പോയി. അവിടെ എല്ലാവരെയും കണ്ടു. അവരും ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് പറയാണ്ടാണ് വന്നെങ്കിലും കുറച്ച് ദിവസം മുന്നേ വായിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സമയം എങ്ങനെയും വരാൻ പറ്റുകയാണെങ്കിൽ വരാൻ നോക്കുന്നൊക്കെ. അപ്പോഴും അവരും ഞാനും നല്ല ഹാപ്പിയായി. നമ്മളിപ്പോൾ ഇൻഫോ പാർക്കിൽ വന്നേക്കാണ് അമ്മൂനെ സർപ്രൈസ് ചെയ്യാൻ. അവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ അവൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല നമ്മൾ വരുമെന്ന്. നമുക്ക് ഒരു ബാഗ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനും വന്നതാണ്. സോ അമ്മൂൻ്റെ റിയാക്ഷൻ കാണാം. जा रांझण 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 तू भी क्या याद रखेगा जाहिर ने तन्ने छोड़ दिया जा रांझण 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 तू भी क्या याद रखेगा जाहिर ने तन्ने छोड़ दिया लख समझाऊं मैं दिल समझ नहीं पाता പെട്ടെന്ന് ഇറങ്ങി വരൂല. സർപ്രൈസ് ചെയ്യാൻ പോവാ. അസ്സലാമലൈക്കും. വൈകുന്നേരം 7 മണി അറിഞ്ഞില്ലാടാ ആരും. ചെന്നാലും അറിയില്ലല്ലോ. ഫോണിലേക്ക് നോക്കിയത് ഇവിടെ കണ്ട അസ്സലാമലൈക്കും അയ്യോ ചെറുക്കെ എടുത്തു പിടിച്ചിറങ്ങി പോയി. ഇവൻ ഇന്നലെയും കൂടെ മെസ്സേജ് അയച്ചോ എനിക്ക്. ഇന്നലെ പിന്നെ സോ വീട്ടിലെത്തി എല്ലാവരും സർപ്രൈസ് ചെയ്ത്. ഇനി ഒരാളും കൂടെ ബാക്കിയുണ്ട്. അതാരാ? അവ ചുപ്പി, ഞങ്ങളുടെ അനിയത്തി, ഇവൻ്റെ ഇത്താത്ത, എൻ്റെ അനിയത്തി. അവൾ വരാറായിട്ടുണ്ട്. അവൾ ഹോസ്റ്റലിലാണ് നിൽക്കണത്. അപ്പോൾ നാളെ 2 ദിവസം വെക്കേഷൻ ആയതുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ അവളെ കൊണ്ട് സർപ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ സർപ്രൈസ് കോട്ട കഴിഞ്ഞു. നമ്മളത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. എന്തായാലും അവളെ വിളിക്കാൻ ഇക്കു പോയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ 4ാമത്തെ അതിഥി എന്നുണ്ട്. പ്രാങ്കാണ്, പ്രാങ്കല്ല, സർപ്രൈസാണ് ഗൈസ്. വാതിൽ പറഞ്ഞപ്പോൾ ഒരാൾ വരും. മഞ്ഞുണ്ടെന്ന് തോന്നണം ഗൈസ്. അമ്മ അവിടെ പോയി നോക്കണ്ട് ഗൈസ്. അമ്മ പോയി നോക്കണ്ട്. വെള്ളം കുടിക്കാതായിട്ടെന്ന് പറഞ്ഞു. ഞാൻ നീ എന്താ അങ്ങനെ വെള്ളം ചോദിക്കണ? ഞാൻ ചോദിച്ചൂല, മനുഷ്യനല്ലേ, വെള്ളത്തിനല്ലേ, വെള്ളാണല്ലോ ചോദിച്ചത്. എനിക്ക് ആ കിട്ടിയ വഴി അതാണ്. ഞാൻ അപ്പോഴേ
ലാസ്റ്റ് ഒരു ഹൈപ്പ് കൊടുത്തില്ല ജസ്വിനെ സർപ്രൈസ് ചെയ്യാൻ വന്ന് മൂഞ്ചി ഗൈസ്. ജസ്വിൻ സ്ഥലത്തില്ല. വീട്ടിൽ പോയി മൂഞ്ചി. ജസ്വിനെ കാണാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ലിഫ്റ്റിലാണ്. ഇനി ഇവിടെ ചെല്ലുമ്പോൾ അവൻ ഓഫീസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ലെറ്റ്സ് സീ. അങ്ങനെ ലിഫ്റ്റ് തുറന്നതും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി. ആരോടും പറയാണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത വന്നുകൊണ്ട് തന്നെ ഭയങ്കര പ്രിയപ്പെട്ട റിയാക്ഷൻസും അത്രയും സ്നേഹപ്രകടനങ്ങളായിരുന്നു എനിക്ക് ചുറ്റിൽ നിന്ന് കിട്ടിയത്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. എനിക്കെന്തോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണതേക്കാളും കൂടുതൽ സ്നേഹമൊക്കെ കിട്ടി. ഒരു മാസം പോയതേ അറിഞ്ഞില്ല ഒത്തിരി പേരെ കാണാനും. എന്നാൽ കുറേ പേരെ മിസ്സായെങ്കിലും നല്ല അടിപൊളി വെക്കേഷനായിരുന്നു. ഞാൻ വളരെ വളരെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് ഈ വെക്കേഷനിൽ. അപ്പോൾ സീ യു. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.